ഇപ്പൊ മുംബൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഇപ്പൊ റീൽസ് കൾച്ചറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അർജുന ഇപ്പൊ റീൽസ് ചെയ്യായിരുന്നു. കുറെ കാലമായി റീൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല അങ്ങനെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് സോഷ്യൽ മീഡിയ. ആ അല്ല ചോദിക്കുന്ന ആ കാലത്താണ് ഇൻസ്റ്റാഗ്രാം ഇത്ര മൂവ്മായിട്ട് നിൽക്കുന്നെങ്കിൽ നിൽക്കുന്നെങ്കിൽ ആ സമയത്ത് വിൽ യു ബി എ ക്രിയേറ്റർ? I feel that's a different skill. Yeah, that's a different skill. I think that's a different skill. Like Nurun said, that's easy alla. Like imagine every day morning waking up to create a content. You're a creator also. When of putting yourself in front of a camera. That it's നമ്മള് ഈ ദിസ് ഡിസ്കഷൻ ഇത് കുറെ ഡിസ്കഷൻ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ലൈക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിന് കുറെ ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ ആക്ടേഴ്സിന് ബട്ട് വേൾഡ് ഹസ് ചേഞ്ച്ഡ്. സിനിമ ഹസ് ബിക്കം മോർ ആക്സസിബിൾ. എവറിബഡി ഹാസ് എ ക്യാമറ ഫോൺ. സോ ഒരു everybody has access to showcase their talent. പണ്ട് ഓവർ എക്സ്പോസ്ഡ് ആവുന്ന ഒരു പ്രശ്നമായിരുന്നു. അത് genuine concern. Director cannot be surprised because if you're an influencer every day, പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു റോളും കിട്ടും. Ultimately, especially മലയാളം സിനിമയിൽ ഞാൻ കണ്ടത് ഇതുവരെ all of them have performed the character well. At the end of the day that ചിലപ്പോൾ അവർ പ്രൊജക്ട് ചെയ്യുന്ന സെയിം സാധനം ആയിരിക്കും കിട്ടുന്നത്, ബട്ട് സ്റ്റിൽ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റോൾസ് കിട്ടാൻ ചിലപ്പം സോ ആ സ്കിൽ ഉണ്ടായിരുന്നു. ചില ഡയറക്ടർ അല്ലെങ്കിൽ ടീമിന് വേണ്ട കഴിവില്ല ഒരാളെയാണ് അവർ ടി വിയിൽ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റീൽ ചെയ്യുന്ന ഒരാളെ പിക്കും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫ്രഷ് ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരാൾ, അപ്പൊ നമുക്ക് ഓഡിഷൻസ് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് രീതിയിലും വർക്ക് ആവും രണ്ടുപേരും. പിന്നെ ഇപ്പോ കറന്റ് ജനറേഷൻ അവര് ദേ ഹാവ് ഓൾറെഡി ബോൺ വിത്ത് റീൽസ് ആൻഡ് ഇന്റർനെറ്റ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ സിനിമ കണ്ടാണ് വന്നത്. സഡൻലി ഒരു 30-80 ചെയ്തപ്പോൾ there is this new full new media available. So but today's kids will have this from birth. So are used to it. ഇപ്പൊ ഒരു ആക്ടർ ഒരു ഡയലോഗിന്റെ ഇടയിൽ കൊടുക്കേണ്ട പോസ് അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി, അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ടത്തെ ഒരു പടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആക്ടർ പെർഫോം ചെയ്തതോ ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കാറുണ്ടോ, ശ്രമിക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു നോക്കാറുണ്ട്. ചില ഡയലോഗ് ഇവരെങ്ങനെ ഇവരുടെ പ്രോസസ് എങ്ങനെയാ. ഇപ്പൊ ഭയങ്കര ഒരു മറ്റേ മണിച്ചിത്രത്താഴിന്റെ അകത്ത് ശോഭന പ്രശ്നം ലാലേട്ടൻ ഇത് പറയുന്ന ഒരു വലിയൊരു സീനുണ്ടല്ലോ. അത് ഭയങ്കര അതിന്റെ പ്രോസസ്സും പരിപാടിയും എല്ലാം ഭയങ്കര രസമായിട്ടാണ് അതിന്റെ പുള്ളി പറയുന്നത് പരിപാടിയൊക്കെ. അപ്പൊ നമ്മൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ചുമ്മാ ഒരു പേജിൽ തന്നു കഴിഞ്ഞാൽ നമ്മളെ നറേറ്റ് ചെയ്യുന്ന ഒരു രീതി കാണുമല്ലോ. പുള്ളി നറേറ്റ് ചെയ്യുന്നത് അതിന്റെ എവിടെ കൊടുക്കണ്ട, എവിടെ കറക്റ്റ് ഉള്ള മീറ്റർ. അപ്പൊ നമ്മൾ അതുപോലത്തെ കുറച്ച് സീക്വൻസസ് എടുത്ത് നമ്മൾ നോക്കും. അതായത് ഇത് പഠിക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പോസ് ചെയ്യാനും പരിപാടിയായിട്ട് ഒരു എക്സസൈസ് പോലെ ചുമ്മാ ചെയ്ത് നോക്കാം. അല്ലാതെ നമുക്ക് എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനിത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നോക്കാറുണ്ട്. ഈ വലിയ മോണോലോഗ് ഒക്കെ ഇവരെങ്ങനെയാ, ഇവരുടെ പോസ് എങ്ങനെയാ, ഇവർ ഏത് വാക്കിലെ സ്ട്രെസ് ചെയ്യുന്നത്, അങ്ങനെ. ഇപ്പം നമ്മുടെ ഉള്ളൊഴുക്കിലെ സീൻ എടുത്തു കഴിഞ്ഞാൽ നിന്റെ അത്രയും ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല ഈ ലോകത്ത് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പോസസ് ഉണ്ട്, നോട്ടങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ ആക്ടിങ് സ്കൂളിൽ പഠിക്കുന്നതാണോ അതോ ഇത് ഈ തിയേറ്ററൊക്കെ ചെയ്തിട്ട് അവിടെ പഠിക്കുന്നതാണോ അതോ അതോ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതാണോ? അല്ല, see the thing with me is that I have not grown up here. So എൻ്റെ ലാംഗ്വേജ് സ്കിൽസും is very borrowed. അപ്പോൾ with each film my understanding of the language has changed. Okay. അപ്പോൾ ഇപ്പോൾ സേ ഉള്ളൊഴുക്കോ കണ്ണൂർ സ്കോഡോ അപ്പോൾ ഡയറക്ടർ ഒരു ഡയറക്ഷൻ തരുമ്പോൾ മേ ബി ഐ എം ടേക്കിംഗ് ദ റോങ് പോസ് or stressing on the wrong word. അത് with time it will change. So I am also discovering the language. സോ എനിക്ക് ഞാനിത് എന്താ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് പറയണതല്ല. ഐ ജസ്റ്റ് ഡു ഇറ്റ് ദ വേ ഐ ഫീൽ ഇസ് നാച്ചുറൽ ടു മീ. പിന്നെ ലൈക്ക് ഐ സെഡ് ബാഹുൽ ഇത് ആക്ച്വലി വെരി കൃത്യമായിട്ട് പറയും, ഇത് ഈ പോസ് എടുത്തത് മേ ബി ഇറ്റ് ഡസ് നോട്ട് വർക്ക്. ഞാൻ ഡയലോഗിന്റെ കാര്യം വേണ്ട. ഇപ്പൊ ഒരു സീൻ എടുക്കാന്ന് വിചാരിച്ചോ. ഒരു സീനിൽ ഇങ്ങനെ ആക്ട് ചെയ്യണം. അപ്പൊ രണ്ട് രീതി ഉണ്ടല്ലോ. ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന റിഹേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇന്ന പ്രോപ്പർട്ടി എടുത്തിട്ട് ഇന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ട്. അപ്പുറത്ത് ഒട്ടും പ്രിപ്പയർ ചെയ്ത ഫോർ ഇൻസ്റ്റൻസ് ലാൽ സാർ അദ്ദേഹം അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കേട്ടിട്ടില്ല. അതായത് ആ സീനിനെ അങ്ങ് ഡെലിവറി ചെയ്യാണ്, ക്യാമറ അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ കണ്ണൂർ സ്കോഡിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവരൊക്കെ കൊന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ റേപ്പ് ചെയ്തതെന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ഡെവിലിഷ് ആയിട്ടുള്ള ഒരു സീനുണ്ട് ഈ നറേറ്റഡ് ടു മമ്മൂക്ക. അതിനപ്പം എങ്ങനെയായിരിക്കും അത് ഒരു പ്ലാൻ ഉണ്ടാവും ഉള്ളില്? സോ ദിസ് വാസ് എ ലേണിംഗ് ഫോർ മീ. ഞാൻ ബിക്കോസ് ആ സീൻ ഒന്ന് മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. ഐ പ്രിപ്പയർഡ് എ ലോട്ട് ഫോർ ദാറ്റ് സീൻ. അല്ലെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് പ്രിപ്പയർഡ്. അതൊരു പേടിയുണ്ട്, നെർവസ്നെസ് ഉണ്ട്. ഇറ്റ്സ് എ ലെസൺ ഓൾസോ ബിക്കോസ് സംവെയർ ഐ ഫെൽറ്റ് ഞാൻ കുറച്ച് അധികം നെർവസ് ആയി ഒരു 4-5 ദിവസം അത് പ്രിപ്പയർ ചെയ്തു, വിച്ച് വാസ് നോട്ട് റിക്വയർഡ്. പിന്നെ ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോൾ ക്യാമറമാൻ വിൽ സേ ദാറ്റ് ദിസ് ഡസ് നോട്ട് വർക്ക്.
അപ്പോൾ ആ സമയത്ത് വി ഷുഡ് ബി ഏബിൾ ടു നമ്മൾ ഇത്രയും ഫിക്സ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ വി ഗെറ്റ് സ്റ്റക്ക്. സോ പ്രിപ്പയർ ടു എ പോയിന്റ് വേർ ഇപ്പോൾ സർക്കംസ്റ്റാൻസസ് ഡിമാൻഡ് ഫോർ യു ടു ചേഞ്ച് ഇറ്റ്, യു ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഇൻസ്റ്റൻസ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഇത് നാടകമല്ലല്ലോ. It depends. Ultimately, it's what your shoot, what scene construct ചെയ്ത്, what the cameraman is deciding, what the writer is deciding, what the director is deciding, then comes actor's job. So നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് പോകുന്നു പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? ഈ ക്യാരക്ടർ ഇങ്ങനെ പറയില്ല, എനിക്ക് മനസ്സിലായതോടത്തോളം. അത് പണ്ടുണ്ടായിരുന്നു. ആരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മൈ ക്യാരക്ടർ ഹി വിൽ സേ. അപ്പോൾ അങ്ങനെ ഉണ്ടോ ഈ ക്യാരക്ടർ ഇങ്ങനെ പറയില്ല, ഒരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് അങ്ങനെ ഡിസ്കഷൻ ചെയ്യാം. എനിക്ക് അഹമ്മദിക്കയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ കൂടുതൽ വർക്ക് ചെയ്തേക്കുന്ന അഹമ്മദിക്കയുടെ ആയതുകൊണ്ട് അത് ഫസ്റ്റ് ഫിലിം തൊട്ട് പറയാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മളിങ്ങനെ പറയും അത് ഇതിങ്ങനെ പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ അത് കൊള്ളട ആ പരിപാടി കൊള്ളാം, പക്ഷേ ഈ പടത്തിൽ വേണ്ടെന്ന് പറയും. അപ്പൊ നിങ്ങൾ പിന്നെ ഓക്കെ കപ്പി. പക്ഷെ എന്നാലും നമുക്ക് പറയാം, നമുക്ക് ക്ലിയർ ചെയ്യാം ആ ഡൗട്ട്. അതായത് എന്തിനാ ഇയാൾ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ളൊരു കാര്യം. ഇപ്പൊ ഞാൻ ഫസ്റ്റില് ഭയങ്കര ആവേശവും ആയിട്ട് നിന്ന ഒരാൾ സെക്കൻഡ് സീസൺ എത്തിയപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇപ്പൊ ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനുള്ള റീസണിങ് അത് തരും. എല്ലാവരും എങ്ങനെയാണ് ഇത് പരിപാടി മുന്നോട്ട് പോകുന്നതെന്നൊക്കെ. അങ്ങനെയാണ്. നമസ്കാരം ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാനാ പറയുന്നത്. എങ്ങനെ ഈ ക്യാരക്ടർ അല്ലാത്തതും കൂടി കഴിഞ്ഞിട്ട് പറയാനാ. കൈന്നിടാൻ പറയും. നല്ല നല്ല സാധനങ്ങൾ കൈന്നിട്ട് കൊടുക്കുക. വേറൊരു കാര്യമാണ്, ആക്ടേഴ്സ് ലൈക്ക് ഹിം അങ്ങനത്തെ ഡയറക്ഷൻ അവർ കൊടുക്കും. ബിക്കോസ് ആ ഡയറക്ടർ ഹാസ് എ കോൺഫിഡൻസ്. നിങ്ങളുടെ ദിവസം കേട്ടോ പൈസ ഗൂഗിൾ പേ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചില പടങ്ങളൊക്കെ വരുമ്പോ സഞ്ജുവിന്റെ ജൂൺ എന്ന പടമൊക്കെ എടുത്ത് കാണും. സഞ്ജുവിന്റെ അഭിനയം അല്ല ഇങ്ങനെയൊന്നും അഭിനയിക്കരുത്. ഈ അഭിലാഷം കഴിഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു നവാസ് നീ പടം എടുക്കും വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. പിന്നെ വിളിച്ച പടത്തിനൊന്നും ഞാൻ പോയില്ല. അങ്ങനെ ഒരു തിയറി ഉണ്ട് നമസ്കാരം. അതായത് നമ്മളെ ആസ് എൻ ആക്ടർ ആരാന്ന് തീരുമാനിക്കണം, നമ്മൾ നോ പറയുന്ന പടങ്ങളോട് കൂടിയിട്ടാണെന്ന് പറയുന്ന ഒരു സാധനം. പക്ഷെ ബാങ്കുകാർ ഇത് കേൾക്കൂല, ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നല്ലതുമാണ്. പക്ഷെ നമുക്ക് പിന്നെ വീട്ടിലിരിക്കുമ്പോഴേ ടെൻഷൻ കയറും. ഇനി ആരും വിളിക്കൂല. എന്താ വെച്ചാല് ഈ വിളിക്കുന്ന കൺട്രോളർമാരേക്കും ആദ്യം മുന്നേ ചെയ്തിട്ടുണ്ടാവും പടം. അപ്പൊ അവര് ചോദിക്കും ഇതെന്താ ഇനിയിപ്പൊ ഒരു പടം ഇറങ്ങിയപ്പോ ഇങ്ങനെ ഭയങ്കര ജാടായെന്നൊക്കെ ചോദിക്കും. അപ്പൊ 2-3 പടം ഇവനൊക്കെ എന്നെ ടോപ്പാക്കി. നമസ്കാരം ഇനി പടം ചെയ്യണമെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. 2 മാസം സപ്പോർട്ട് 2 മാസം കൂടെ തന്നെ വിളിക്കും. 2 മാസമായിട്ട് വീട്ടിലോ കേട്ടോ ഒന്നും ആയിട്ടില്ലാന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പോ 2 ടീമുണ്ടല്ലോ, അർജുന്റെ ടീമുണ്ട് നിങ്ങളുടെ ടീമുണ്ട്. ആരാ മെയിൻ? മെയിൻ അർജുന. രണ്ട് ടീമായിട്ട് തന്നെ ഉണ്ടല്ലോ. അല്ല സീസൺ 2 ഇവരെ കൂടെ സീസൺ 2 ശരിക്കും നോബിളിന്റെ കേസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നായകന്റെ കൂടെയാണ്. നായകന്റെ കൂടെ ഈ ഫസ്റ്റ് സീസണില് അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോലെ ഒക്കെ ഉണ്ടായിരുന്നത് ഒരു വയർലെസ്സും ഒരു പോലീസ് സ്റ്റേഷനൊക്കെയാണ്. ഇതിന്റെ പോസ്റ്റേഴ്സിലൊക്കെ ഉള്ളത് സ്റ്റേഡിയം ഒക്കെയാണ്. അപ്പൊ കുറച്ചുകൂടി വലുതാണോ സീസൺ 2? അതിന്റെ ക്യാൻവാസ് വലുതാ. നമ്മള് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസിൽ ആ ലൊക്കേഷന്റെ പേരെന്താ? നമ്മള് ഇങ്ങനെ എന്താ സ്റ്റേഡിയം ഉണ്ട്, പിന്നെ കുറെ സ്കെയില് ഭയങ്കര ട്രിവാൻഡ്രം, കൊച്ചി. സോ സീൻസും സംഭവിക്കുന്ന സ്പേസസും കുറച്ച് പോലീസ് സ്റ്റേഷനിലല്ല, കുറെ ട്രാവലിംഗ് ഉണ്ട് പടത്തിൽ. കണ്ടൽക്കാടില് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഈ ഫസ്റ്റ് സീസണില് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു മെയിൻ, ട്വിസ്റ്റുകൾ കുറവായിരുന്നു. ഇതിൽ കുറെ ട്വിസ്റ്റുകൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ആസ് എ റൈറ്റർ ഇതിൽ ട്വിസ്റ്റുകൾ എങ്ങനെ നോക്കി കാണുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ ചെയ്യുന്നത് നോബലിന്റെ വൈഫായിട്ടൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് കൂടുതലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത സംഭവങ്ങളായിക്കോട്ടെ, എനിക്കിതിനെ ഫീഡ് ചെയ്ത് തന്നതും കൂടുതലും ഞാനും സ്റ്റെഫി നോബിളും തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്, ഇവർക്കിടയിൽ എന്താണ് സംഭവം, അങ്ങനത്തെ പരിപാടികളാണ്. ട്വിസ്റ്റുകൾ എന്നോടും കുറച്ച് ഒളിച്ചാണ് വെച്ചേക്കുന്നത്. അഹമ്മദ് കൈം ബാബുനും സ്ട്രേറ്റ് കഥയല്ല, കുറെ സബ് പ്ലോട്ട്സ് ഉണ്ട്.
എന്തായാലും ട്വിസ്റ്റുകളൊക്കെ വർക്ക് ആവട്ടെ. ഇത് നിങ്ങളുടെ ഈ സീരീസ് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു ട്വിസ്റ്റ് വരട്ടെ, നല്ല രീതിയിൽ, നല്ല സിനിമകൾ, നല്ല വെബ് സീരീസുകളൊക്കെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.